കോവിഡ് കാലത്തെ ഒറ്റപ്പെടലിനെയൊക്കെ അതിജീവിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് അത്തരം ഒരു കൂട്ടായ്മയുണ്ട്, ഒരു സൈക്ലിംഗ് കൂട്ടായ്മയാണ്. ഇൻഡസ് സൈക്ലിംഗ് എംബസിയുടെ ദ ബൈസിക്കിൾ ട്രെയിൻ എന്ന പേരിലാണ് കുട്ടികൾ സൈക്കിൾ ചവിട്ടി നഗരത്തിലൂടെ പോകുന്നത്. ഏതാണ്ട് 50ഓളം കുട്ടികൾ ഇപ്പോൾ ഈ കോവിഡിന്റെ വിരസതയും മടുപ്പും ഒക്കെ അകറ്റാൻ ഈ മാർഗം സ്വീകരിക്കുന്നു. ദിവസവും 15 കിലോമീറ്റർ ദൂരമാണ് യാത്ര. ഞങ്ങൾ ആദ്യം CSM ലൈബ്രറിയിൽ നിന്ന് 1-2 പേരാണ് ചവിട്ടി സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഓരോരുത്തർ ജോയിൻ ചെയ്ത് ഒരു വലിയ ഗ്രൂപ്പായി ഞങ്ങൾ പ്രദേശങ്ങളെ കണ്ട് ഞങ്ങൾ ബൈസൈക്കിൾ ട്രെയിനിൽ കൂടെ ജോയിൻ ചെയ്തു. ഇപ്പോൾ റെഗുലറായിട്ട് ഞങ്ങൾ ചവിട്ടുന്നുണ്ട്. സൺഡേസ് ആകുമ്പോൾ ഞങ്ങൾ ലോങ് റൈഡൊക്കെ പോകാറുണ്ട്. ഫ്രണ്ട്സിലൂടെയൊക്കെ അടിച്ചു വിളിക്കാറുണ്ട്. 1ാം ക്ലാസ്സുകാരി മിന്നുവാണ് കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സൈക്കിൾ യാത്രിക. രാവിലെ 6 മണിക്ക് വന്നിട്ട് 8 മണിക്ക് തിരിച്ചെത്തി. എങ്ങനെയുണ്ട് സൈക്കിൾ റാലി? സൂപ്പർ, അടിപൊളിയാ. 52 പേരിൽ 22 പെൺകുട്ടികളാണ്. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഒരുപാട് കുട്ടികളെ കളിക്കാനും എല്ലാരെയും കിട്ടിയത് എനിക്ക് നല്ല സന്തോഷമുണ്ട്. മുതിർന്നവർക്കും ഈ സൈക്കിൾ യാത്രയ്ക്കൊപ്പം കൂടാം. ഞങ്ങളുടെ ബൈസൈക്കിൾ ട്രെയിൻ കൊണ്ട് ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് തന്നെ പൊല്യൂഷൻ കുറയ്ക്കാനാണ്. ഞങ്ങളെ കണ്ട് തന്നെ മുതിർന്നവരും അത് പിന്തുടരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വഴികാട്ടാൻ കുട്ടികളുടെ പ്രകാശങ്ങൾ മുന്നിൽ തന്നെയുണ്ട്. 4 റൂട്ടുണ്ട്. ഒന്ന് കൊടപ്പനക്കുന്നിൽ നിന്ന് ഒരു ബാച്ച് ഇവിടെ മാനവീയത്തിൽ വരും. പിന്നെ നമ്മൾ കുണ്ടമൻകടവിൽ നിന്ന് വരും. നമ്മുടെ പാലോട്ട് പോകുന്ന കുറച്ച് കുട്ടികൾ വരും. ആറ്റുകാലിൽ നിന്ന് കുറച്ച് കുട്ടികൾ വരും. ശ്രീകാര്യത്തു നിന്നുള്ള കുറച്ച് കുട്ടികൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഒരു റൈഡ് ചെയ്തിട്ട് പിന്നെ ഇതേമാതിരി ബൈസൈക്കിൾ ട്രെയിൻസ് ആയിട്ട് അവിടെ തിരിച്ചു പോകണം. സൈക്കിൾ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നാളെ ഈ വഴികളിലൂടെ സൈക്കിളുമായി ഇവർ വീണ്ടും എത്തും. തിരുവനന്തപുരത്ത് നിന്നും അതുലിനൊപ്പം സാൻഡ്ര മരിയ, ഏഷ്യാനെറ്റ് ന്യൂസ്.